ആധുനികതയുടെ കടന്നുകയറ്റത്തിലും മാറാത്ത ചിട്ടകളുമായാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം പാരമ്പര്യത്തിന് പകിട്ടേകുന്നത്. ഉത്സവകാലത്തെ പ്രധാന ആകർഷണമായ പ്രസാദഊട്ടിന് ഇന്നും കഞ്ഞി കുടിക്കാൻ പ്ലാവില കുമ്പിൾ തന്നെ വേണം. ഈ കുമ്പിളുകൾ തയ്യാറാക്കി നൽകാനുള്ള പാരമ്പര്യ അവകാശം പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കുകയാണ് മൂത്തേടത്ത് കുടുംബം. പാളപ്ലേറ്റിൽ കഞ്ഞിയും പുഴുക്കുമാണ് ഉത്സവ സമയത്തെ 9 ദിവസം രാവിലെയുള്ള പ്രസാദഊട്ട്. കഞ്ഞി കുടിക്കാൻ നൽകുന്നത് പ്ലാവില കുമ്പിളാണ്. 6 പതിറ്റാണ്ടായി മൂത്തേടത്ത് നാരായണൻ നായരും കുടുംബവുമാണ് ഇതിനാവശ്യമായ പ്ലാവില കുമ്പിൾ തയ്യാറാക്കി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം മകൻ രാമചന്ദ്രൻ അച്ഛന്റെ പാത പിന്തുടർന്നു. 6 വർഷം മുമ്പ് രാമചന്ദ്രൻ മരിച്ചതോടെ അവകാശം മകൻ രഘുവിലെത്തി. നാരായണൻ നായരോടൊപ്പം വളരെ ചെറുപ്പത്തിലെ പ്ലാവില കുമ്പിൾ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നുവെന്ന് മകൾ നളിനി പറഞ്ഞു. അച്ഛനാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നത്. അച്ഛന്റെ കാലം തൊട്ട് ഞാനും ഏട്ടനും ഒപ്പം വന്ന് അച്ഛനെ സഹായിച്ച് ഇതുവരെയും എത്തി. ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തി. ഇപ്പൊ ഏട്ടന്റെ മോനാണ് ചെയ്യുന്നത്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയാണ് 28 കൊല്ലത്തോളം ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ഏട്ടന്റെ മോൻ രഘുവും ഞാനും എന്റെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും കൂടി ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രവൃത്തി. രഘുവിന്റെ നേതൃത്വത്തിൽ 15ഓളം പേരാണ് ഈ പുണ്യകർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇവർക്കൊപ്പം ഭക്തരും സഹായത്തിനുണ്ടാകും. പുലർച്ചെ 5 മണിയോടെ ആരംഭിക്കുന്ന ജോലികൾ 3 മണിയാകും അവസാനിക്കാൻ. അതുവരെ ഇവർ കുമ്പിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അർപ്പണ മനോഭാവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് രഘു പറഞ്ഞു. അച്ഛന്റെ കാലശേഷം അത് അച്ഛനായിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നീട് അച്ഛന്റെ കാലശേഷം അത് എന്നിലേക്ക് എത്തിയതാണ്. 3 മണി വരെയാണ് നമ്മളെ ഈ പ്രസാദൂട്ട് കൊടുക്കുന്നത്. ഈ കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് പാളയും അതേപോലെ തന്നെ പ്ലാവിലയും. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂര് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടൊക്കെയാണോ നമുക്ക് പ്ലാവുള്ളത് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന ഭഗവാന് മുന്നിൽ പന്തം പിടിക്കുന്നതും ദീപസ്തംഭങ്ങളും ചിരാതുകളും തെളിയിക്കുന്നതും ഇവരുടെ അവകാശമാണ്. ആദ്യകാലത്ത് ഇവരാണ് പാള കുത്തി നൽകിയിരുന്നത്. പാളപ്ലേറ്റ് വിപണി കൈയടക്കിയതോടെ അവകാശം പ്ലാവില കുമ്പിളിൽ ഒതുങ്ങി. ഇതിനാവശ്യമായ ഈർക്കിളി കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. ആറാട്ട് കഴിഞ്ഞ് ഉത്സവം കൊടിയിറങ്ങുന്നതോടെ ഇവർ അടുത്ത വർഷത്തേക്കുള്ള ഈർക്കിൽ തയ്യാറാക്കി തുടങ്ങും.